ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പൈൽ സെലക്ഷൻ നടത്തുക. ഓക്കെ, സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. ഓക്കെ, ഇവിടെ ബ്യൂട്ടിഫുൾ, ഇവിടെ 6 ഓഫ് വോൺസിൻ്റെ എനർജി, അതുപോലെ തന്നെ എഗെയിൻ ന്യൂ ബിഗിനിങ്, ന്യൂ എനർജി, ന്യൂ പാഷൻ്റെ എനർജി കാണുന്നുണ്ട്. ഏസ് ഓഫ് വോൺസ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ ട്രാൻസ്ഫോർമേഷൻ്റെ എനർജി, മാറ്റങ്ങൾ, കുറച്ച് പേർക്ക് എൻഡിങ്സ്, പല കാര്യങ്ങളും എൻഡ് ചെയ്തിട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സണ്ണായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, സണ്ണിൻ്റെ നെയിം വരുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ പോസിറ്റീവ് ഊർജം. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി വരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സക്സസ് ആണ്, ഒരു കംപ്ലീഷനാണ്, ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ ഒത്തിരി ഗ്രോത്ത്, വളർച്ച കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട്, കൈകൾ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിയേഷൻ കൊണ്ടുവരാനായിട്ടുള്ള ഒരു എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സ്പിരിച്വൽ എനർജിയാണ്, അങ്ങനത്തെ ഹൈ വൈബ്രേഷനുള്ള പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. നെക്സ്റ്റ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൈൽ നമ്പർ 1, ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജി. വേർഡ്സ്, മൂർച്ചയുള്ള വേർഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കെയർഫുള്ളാകുക. ഇത് ചിലപ്പോൾ നിങ്ങളോട് അങ്ങനത്തെ എനർജീസ് വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇന്ന് കിട്ടുന്ന ഗൈഡൻസ് നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയിൽ നിന്നിട്ടാകാനായിട്ടും നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക. ഓക്കെ, എല്ലാം നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതിലൊരു എന്താ പറയുക, നിങ്ങളുടെ ബുദ്ധിശക്തിയും കൂടെ പ്രാക്ടിക്കാലിറ്റിയും കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നിങ്ങൾ അതുപോലെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഗട്ട് ഫീലിംഗ് എന്താണ് പറയുന്നത് അത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ബാലൻസ്, ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ ആയിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം. ഒരു ലൈഫിൽ അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് കുറച്ചൊരു സ്ട്രഗിളിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം, ടയർഡ്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സത്യം, നീതി, ട്രൂത്ത്, അതിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, ഓവറോൾ ഒരു സ്റ്റേബിളായിട്ടുള്ള എനർജിയാണ് ഇന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജീസ് എന്താണ്. താങ്ക് യു. താങ്ക് യു. 2 ഓഫ് സോഡ്സിൻ്റെ എനർജി, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഇന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റേബിളായിട്ട്, ബാലൻസ്ഡ് ആയിട്ട് ഇന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ നോർമലായിട്ട് ആ ഒരു പേസിൽ, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ആ ഒരു പേസിൽ മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർട്ട് സ്പേസും അതുപോലെ തന്നെ മെൻ്റൽ സ്റ്റേറ്റും, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് എന്താണ് ആഗ്രഹിക്കുന്നത്, അത് തമ്മിൽ ഒരു ബാലൻസ്, അല്ലെങ്കിൽ രണ്ടും ഒരേപോലത്തെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങനത്തെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ എനർജി ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി അറ്റൻഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ് ഈ ഒരു സമയത്ത്. ഒത്തിരി അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നതാണ് നിങ്ങളുടെ എനർജിയിൽ. ഓക്കെ,
അതും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളിന്ന് ശ്രദ്ധിക്കേണ്ടത് കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട എനർജി എന്താണ്? പാൽ നമ്പർ 2 വന്നിട്ട് ജസ്റ്റിസിൻ്റെ എനർജി. അഗെയിൻ കുറച്ചൊന്ന് ബാലൻസ് കീപ്പ് ചെയ്യുക. 10 ഓഫ് സോഡ്സിൻ്റെ എനർജി. നിങ്ങളുടെ എനർജി ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് വൈബ്രേഷൻ ലോ ആയി പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേരോട് പറയുന്നുണ്ട് ജസ്റ്റിസ് വന്നിട്ട് നീതിയുടെ എനർജിയാണ് കാണിക്കുന്നത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ആ ഒരു നീതിയുടെ ജഡ്ജ്മെൻ്റ് ആയിരിക്കത്തില്ല പലപ്പോഴും വരുന്നത്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ അതുകൊണ്ടിട്ട് അപ്സെറ്റായി പോകുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകാം ഇതല്ല കറക്റ്റ് ജഡ്ജ്മെൻറ്റ്, ഇതല്ല കറക്റ്റായിട്ട് ചെയ്യേണ്ടിയിരുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള സിസ്റ്റം, നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജീസ് കുറച്ചൊന്ന് അപ്സെറ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ബാലൻസ് വൈബ്രേഷൻ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അതും കുറച്ചൊന്ന് കെയർഫുൾ ആകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ബോഡി കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ബാക്ക് പെയിൻ, ബോഡി പെയിൻ അല്ലെങ്കിൽ ടയർഡ്നെസ്, ഓക്കെ, ആ ഒരു എനർജി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇവിടെ ചില നഷ്ടങ്ങൾ, ചില എൻഡിങ്സ് നിങ്ങളെ ഒത്തിരി ഹേർട്ട് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, പാസ്റ്റിലെ എനർജീസ് ആയിരിക്കാം, ഇപ്പോൾ സംഭവിക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു എന്താ പറയുക, എന്തുകൊണ്ടിട്ടാണ് ഇത് എൻഡായത്, എന്താണ് ഇതിൻ്റെ പിന്നിലെ റീസൺ, ചിലപ്പോൾ അത് ക്ലാരിറ്റി ഉണ്ടാകില്ല. ആ ഒരു ഡിസ്റ്റർബൻസിൻ്റെ എനർജിയും കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറോൾ നിങ്ങളുടെ ഇന്നത്തെ എനർജി വന്നിട്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രകൃതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന എനർജീസ് കുറച്ചും കൂടെ ആസ്വദിക്കാനായിട്ട്, കുറച്ചൊരു പോസ് എടുക്കാനായിട്ട്, അങ്ങനത്തെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും ഇതിൽ കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അതും നിങ്ങളുടെ ആ ഒരു എനർജി ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടെ എൻജോയ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.